ഹലോ, ഇപ്പം ഞാനിന്ന് ചെയ്യുന്ന ഒരു 2 ടയർ കേക്ക് സെറ്റിംഗ് ആണ്. എങ്ങനെയാണ് വൃത്തിയായിട്ടൊരു 2 ടയർ കേക്ക് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫോണ്ടൻ്റ് വെച്ചിട്ട് ആനിമൽസിനെ സെറ്റ് ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാണ്ട് നിങ്ങൾ കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ടോപ്പിൽ വെക്കുന്ന കേക്കിൽ ഇതുപോലെ ഒരു സ്ട്രോയോ ടൂത്ത് പിക്കോ കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊരു വലിയ നൈഫ് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മൾ വീഡിയോ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് നൈഫ് നന്നായിട്ട് കൊടുക്കുക. അതിനുശേഷം കേക്ക് കറക്റ്റ് പ്ലേസ് ചെയ്യുക. നമ്മൾ പ്ലേസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മുകളിലെ സ്ട്രോയിൽ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് നമുക്ക് വീണ്ടും കേക്ക് ഉയർത്തിയിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ അതേ ഫസ്റ്റ് വെച്ചപ്പോൾ തന്നെ നമുക്ക് അധികം ഒന്നും ചേഞ്ച് ചെയ്യേണ്ട വന്നില്ല. സൈഡൊന്നും കേക്കിൻ്റെ പോകാണ്ട് തന്നെ നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇനി ഫോണ്ടൻറ്റിൻ്റെ ആനിമൽസിനെ സെറ്റ് ചെയ്യുന്നതും ഇത് ചെറിയൊരു ജംഗിൾ തീമാണ്. അപ്പോൾ നമ്മൾ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുവാണെങ്കിൽ കേക്ക് നന്നായിട്ടൊന്ന് ഉറച്ച് സെറ്റാവുക. പതിയെ തട്ടണം, അധികം തട്ടിയാൽ ചിലപ്പോൾ കേക്ക് ഇതാവും. എന്നിട്ട് ആ സ്ട്രോ തന്നെ നമ്മൾ ഉള്ളിലോട്ട് അത്യാവശ്യം അളവ് അനുസരിച്ച് നമ്മൾ സ്ട്രോ കുത്തി കൊടുക്കുക. സ്ട്രോയോ വുഡിൻ്റെ സ്റ്റിക്കോ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കേക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇത് കാണുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ടോപ്പിൽ നമ്മൾ ഇതുപോലെ ആ യെല്ലോ കളർ ക്രീം തന്നെ ഒന്ന് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. നമ്മളെപ്പോഴും കേക്ക് 2 ടയറൊക്കെ ചെയ്യുമ്പോൾ ഒരു കുറച്ച് ക്രീം ബാലൻസ് നമ്മൾ കരുതുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും ഒരു ചെറിയ സൈഡ് വർക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് വീണ്ടും ചെയ്യുന്നത്. അതിനുശേഷം ഗ്രീൻ കളറാണ് ഗ്രാസ് വരയ്ക്കുന്ന ഈ നോസിൽ വെച്ചിട്ടാണ് ബോർഡർ കൊടുക്കുന്നത്. നമ്മൾ ഒരു ടോപ്പിൽ ഒരു ലെയറാണ് കൊടുക്കുന്നത്. താഴെ നമ്മൾ ബോർഡ് ഫുള്ള് നമ്മൾ ഈ ഗ്രാസ് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷമാണ് ഞാൻ ആനിമൽസിനെ ചെയ്തത് കാണിച്ചിട്ടില്ല, എലിഫൻ്റാണ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ഉറപ്പായിട്ടും ആനിമൽസിനെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നത് എന്നൊക്കെയാണ്. ഇതാണ് ഒരു കുഞ്ഞി കുട്ടിയാന. കേക്കിൻ്റെ താഴത്തെ കളറ് ബ്ലൂ ആണ്. ആ സെയിം കളറ് ബ്ലൂവിലാണ് എലിഫൻറ്റിനെ ചെയ്തേക്കുന്നത്. ഇതുപോലെ കണ്ടോ, കയ്യിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒട്ടത്തില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഫോണ്ടൻ വർക്കായിരുന്നത്. നമ്മളിതുപോലുള്ള ആനിമൽസിനെ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിൽ ചെറിയൊരു ടൂത്ത് പിക്ക് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ല നീളമുള്ള ഒരു ടൂത്ത് പിക്ക് അടിയിൽ നിന്ന് കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ കുത്തിവെക്കുന്നത്. നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് ട്രാവൽ ചെയ്തല്ലേ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ അത് ചെരിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കൊടുക്കുകയാണ്. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഫോണ്ടൻറ്റിൻ്റെ ലീഫുകളും ചെയ്തിട്ടുണ്ട്, കുഞ്ഞ് ഫ്ലവറും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഓവർ ഡെക്കറേഷൻസോ വർക്കുകളോ ഒന്നും ഇല്ലാത്ത ഒരു ജിങ്കിൾ തീം കേക്കാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഡൗട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റിൽ അറിയിക്കുകയും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പം ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അധികം വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണ്ടൻറ്റ് നമ്മൾ എലിഫൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കുറച്ചധികം ഫോണ്ടൻറ്റ് വേണ്ടി വരുന്നത്. ബാക്കിക്കൊക്കെ കുറച്ച് ഫോണ്ടൻറ്റ് മതി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ. ഇത്രയും നല്ല കളറൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കുമ്പം കുറച്ച് കളറൊക്കെ മങ്ങിയിട്ടാണ് കാണുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.